to 3-in-1 powered by Time Express Cargo, gift sponsored by Ujala and Green Olive Beauty Salon. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് തനിച്ചാണ്. കാരണം നമുക്ക് കുറച്ച് ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ വിശേഷങ്ങൾ തിരയെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അതൊരു വിജയകരമായ ഒരു പ്രോപ്പർ ഒരു ഇവന്റ്, അടിപൊളി ഒരു ഇവന്റ് ആകട്ടെ. ആൻഡ് എന്തായാലും ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം വന്നിരിക്കുകയാണ്. നമുക്ക് 3-in-1 സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി. അരമണിക്കൂർ കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും വിളിക്കേണ്ട നമ്പർ 04238249 എന്ന നമ്പറിലേക്ക് വിളിക്കുക. നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, പുതിയ സിനിമകളെ കുറിച്ച്. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഉണ്ടായിരുന്നു. ഓണം പിന്നെ നമുക്ക് തുടങ്ങി, ഇനി തീരാൻ കുറച്ച് സമയം എടുക്കും നമ്മുടെ UAE-ല്. അപ്പൊ അതിനൊക്കെയുള്ള വിശേഷങ്ങളും, പിന്നെ നിങ്ങളുടെ ഡേ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് മഴയൊക്കെ ചിലയിടത്ത് പെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുക. വിളിക്കേണ്ട നമ്പർ 04238249. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ എന്നോട് പറയണം. എൻ്റെ വിശേഷം എന്ന് പറയുന്നത്, ഈ ഒക്ടോബർ മാസം എന്തായാലും നമുക്കിന്ന് ലാസ്റ്റ് 30-ാം തീയതിയാണ് സെപ്റ്റംബറിൻ്റെ. ഒക്ടോബർ മാസത്തിൽ എനിക്ക് ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു മന്ത് കൂടിയാണ് എൻ്റെ ഒക്ടോബർ എന്ന് പറയുന്നത്. എനിക്ക് സങ്കടം തന്ന ഒരു മന്തുമാണ്, അതുപോലെ തന്നെ എൻ്റെ സന്തോഷവും തന്ന ഒരു മന്താണ്. എൻ്റെ പപ്പ മരിച്ചത് ഈ ഒരു ഒക്ടോബർ മാസത്തിലാണ്, പക്ഷേ എൻ്റെ ബർത്ത്ഡേയും ഒക്ടോബറിലാണ്. അപ്പം നമ്മൾ പറയില്ലേ, നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് കുറേ സന്തോഷങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമെങ്കിലും ചിലപ്പോൾ നമുക്ക് ഒരു ദുഃഖമൊക്കെ നമുക്ക് ഇടയ്ക്ക് ഉണ്ടാവും. അപ്പം എൻ്റെ പപ്പ പോയിട്ട് ഇപ്പോൾ ഇനിയൊരു 18 ഇയേഴ്സോളം ആവാണ്. അപ്പോൾ ആ ഒരു മെമ്മറീസ് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര വിലപ്പെടും. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഫാമിലി എത്ര ഇതാണെന്ന്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ഫാമിലിയും. നമുക്ക് ഇന്നിപ്പോൾ ഇവരുടെ ഒരു കൂട്ടായ്മയെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം സ്ട്രൈക്ക് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഇവിടെ ഓരോരോ ആവശ്യങ്ങൾക്കായി വന്ന് നമ്മൾ ജോലി കണ്ടുപിടിച്ച് നമുക്ക് എവിടേക്കോ ഉള്ള ആൾക്കാരുമായിട്ട്, അതായത് പരസ്പരം നമുക്ക് അറിയാത്ത പല ആൾക്കാരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു UAE-ൽ വന്നിട്ടാണ്. അത് നമ്മളിപ്പം വിചാരിക്കും, ഞാൻ കൊല്ലംകാരിയാണോ, ട്രിവാൻഡ്രത്തുള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇടുക്കിയിലുള്ളവരായിക്കോട്ടെ, കണ്ണൂരുള്ളവരായിക്കോട്ടെ, ഇവരെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് അല്ല. അതിൽ നിന്ന് നമുക്ക് പ്രഷ്യസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് നമുക്കുണ്ട്. അപ്പൊ നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ. ശലമ, എന്താണ് വിശേഷം? ഞാൻ ഒരാഴ്ച വന്നില്ലെങ്കിൽ ആദ്യം എന്നോട് ചോദിക്കുന്ന ശലമ, അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്നെ അന്വേഷിക്കുന്നുണ്ടല്ലോ. ലാസ്റ്റ് വീക്ക് വരാൻ പറ്റില്ല, ജോലിയിൽ തിരക്കായി പോയി, അതുകൊണ്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ ആഴ്ച ഓടിയെത്തി. നേരത്തെ കണ്ടായിരുന്നു, ഗസ്റ്റ് ഉള്ളതുകൊണ്ട് കോൾ എടുക്കാൻ പറ്റില്ല. നമുക്കൊരു ചെറിയ ഗസ്റ്റ് ഒക്കെ വന്ന് നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട്. എന്തായാലും അമ്മ തന്നെ വിളിച്ച് എനിക്ക് സന്തോഷമുണ്ട്. എന്തുകൊണ്ട് വിശേഷം? അങ്ങനെ പോണു. ശനിയാഴ്ച നാട്ടിൽ പോണു. വിസ മാറ്റാൻ പോയിട്ട് വരാണോ? ശരി. എടുക്കാൻ വേണ്ടി നോക്കണം. റെസിഡൻസ് ഇപ്പൊ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അമ്മ. എന്തായാലും അമ്മ ഇവിടെ തന്നെ അവന്റെ കൂടെ നിൽക്കുകയല്ലേ, മാലിക്കിന്റെ കൂടെ. അപ്പൊ എന്തായാലും ആ ഒരു ഓപ്ഷൻ തന്നെ നോക്കും. ഞാൻ എന്റെ മമ്മിക്ക് എടുത്തു. എടുക്കാൻ പറ്റൂലായിരുന്നു, കോൺട്രാക്ട് ആയിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് സ്പോൺസർ ചെയ്യാൻ ഒക്കില്ലായിരുന്നു. ഓക്കെ. ഇപ്പൊ ട്രാവൽസിലൊക്കെ ചോദിച്ചാൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അബുദാബി തന്നെ കുറെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഞാൻ എന്തെങ്കിലും കോൺടാക്ട് ഉണ്ടെങ്കിൽ ഞാൻ അമ്മയ്ക്ക് എത്തിച്ചു തരാം കേട്ടോ. ഞാൻ എന്റെ മമ്മിക്ക് എടുത്തിരുന്നു റെസിഡൻസ് വിസ. ഇപ്പൊ കുറെ ആയിട്ട് മമ്മി റെസിഡൻസ് വിസയിൽ തന്നെയാണ്. മമ്മി മുന്നേ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാനായിട്ട് എടുത്തു മമ്മിക്ക്. അത് നമ്മളിപ്പോ സ്പോൺസർ ചെയ്യുന്ന ആരാണോ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും, പിന്നെ അവരെന്തെങ്കിലും വേണമെങ്കിലും നമ്മളോട് ചോദിക്കും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം. അതിപ്പോ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും. അതുകൊണ്ട് എന്തായാലും കറക്റ്റ് ആയിട്ട് നോക്കിയത് ചെയ്യുക. കാരണം എപ്പോഴും ഈ യാത്ര പോയിട്ട് വരുന്നത് പിന്നെ ഒരു ആവശ്യം പെട്ടെന്ന് വന്നാൽ റെസിഡൻസ് വിസ ആണെങ്കിൽ നമുക്ക് ഓടി നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാം. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും അത് നോക്ക് കേട്ടോ. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? അപ്പൊ സ്റ്റാർട്ട് പറഞ്ഞോ. സ്റ്റോപ്പ്. കറങ്ങിയില്ല, ഒന്നുകൂടെ അമ്മ. സ്റ്റോപ്പ്. ഓക്കെ, GK ആണേ. ഓക്കെ, GK-ലാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ GK എന്നുള്ള ചോദ്യം ചോദിക്കാം. മാലിക്ക് ജിമ്മിൽ പോയിക്കോണോ? ഓക്കെ, ഞാൻ ചോദ്യം ചോദിക്കാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? പെരിയാർ, ഭാരതപ്പുഴ, കബനി? അതെ, നീളം കൂടിയ നദി, ഏറ്റവും നീളം കൂടിയ കേരളത്തിലെ. പെരിയാർ. ഓക്കെ, നമുക്ക് പെരിയാർ ലോക്ക് ചെയ്യാം. കറക്റ്റ് ആണ്. എനിക്ക് ഭാരതപ്പുഴയും വേണ്ട, കബനിയും വേണ്ട, ഞാൻ പെരിയാർ മാത്രമേ പറയത്തുള്ളൂ നമ്മ പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ശരിയായിരിക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സ്റ്റാർട്ട് പറഞ്ഞോ. ഓക്കെ, പൊളിറ്റിക്സ് ആണ്.
നോക്കാം. ഓക്കെ, അപ്പൊ ഇന്നല്ല പൊളിറ്റിക്സ് എങ്കിൽ പൊളിറ്റിക്സ്. ഇന്ന് അവിടെ മഴ പെയ്തോ? ഇല്ല ഇവിടെ പെയ്തില്ല. ഓക്കെ, ശരി. അപ്പൊ പൊളിറ്റിക്സ് എന്നുള്ള പെയ്തോ? ചിലയിടത്തൊക്കെ പെയ്തു. ഞാനുള്ള എന്റെ ഓഫീസിന്റെ സൈഡിലൊന്നും പെയ്തില്ല, പക്ഷെ ചിലയിടത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു പെയ്തു. ഓക്കെ, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചിരുന്ന കാൺപൂരിലെ നേതാവ് ആരായിരുന്നു കേട്ടോ? ജനറൽ ഭക്തിമാൻ, നാനാ സാഹിബ്, ബീഗം ഹസ്രത്ത് മഹൽ. ജനറൽ ഭക്തി ഖാൻ, ഭക്ത് ഖാൻ കേട്ടോ. നാനാ സാഹിബ്. ഓക്കെ, നമുക്ക് ലോക്ക് ചെയ്യാം. നാനാ സാഹിബ്. ആഹാ, ഭയങ്കര ലക്കാണല്ലോ അമ്മ. കറക്റ്റ് ആണ്. നാനാ സാഹിബ് കറക്റ്റ് ആണ്. അടിപൊളി. അപ്പൊ എന്തായാലും ഊഹം തെറ്റിയില്ല കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. സ്റ്റാർട്ട് പറഞ്ഞു. ഓക്കെ, ഇമേജ് ആണേ അമ്മ. ഇമേജിലേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇമേജ് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, വരട്ടെ. ഓക്കെ, ആ ചിത്രത്തിൽ കാണുന്ന അദ്ദേഹം മരിച്ച വർഷം ആരാണെന്നാണല്ലേ? 1992, 1995, 1997. ഓപ്ഷൻ സി ആണ്. ഋഷി സുകുമാരൻ നായരാണ് അത് കേട്ടോ. 97. ഓക്കെ, നമുക്ക് 97 പിടിക്കാം. എന്താണമ്മ ഇത്? കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. അത് കറക്കി കുത്തിയതാണോ? അടിപൊളി അമ്മ, കൺഗ്രാറ്റുലേഷൻസ്. അമ്മയ്ക്ക് കിട്ടാൻ പോകുന്ന സമ്മാനം എന്താണെന്ന് 800-825 വിളിച്ചു കഴിഞ്ഞാൽ അവർ കൺഫേം ചെയ്ത് തരും ഏതാണ് സമ്മാനം എന്ന്. എന്തായാലും ഇന്ന് മാലിക് ഇല്ലാതെ അടിപൊളിയായിട്ട് വിജയിച്ചിരിക്കുകയാണ്. മാലിക് വരുമ്പോ പറയണം കേട്ടോ. ശരി അമ്മ, ടേക്ക് കെയർ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ അടുത്ത കോളിലേക്ക് നമുക്ക് പോവാം. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ വിചാരിക്കായിരുന്നു ഇന്ന് വിളിക്കോ ഇല്ലയോന്ന്. ഞാൻ വീട്ടിലേക്ക് വിളിച്ചോണ്ടിരിക്കുന്നു. ആണോ? എന്തൊക്കെയാ വിശേഷം? പുതിയ സിനിമയൊക്കെ കണ്ടോ? പുതിയ സിനിമ കണ്ടില്ല, ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, കിഷ്കിന്ദ ഗാർഡൻ കണ്ടിട്ട് എങ്ങനെയുണ്ട്? അത് കണ്ടു. നിനക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് എന്താ പറയാ, സ്പോയിലർ ആക്കണ്ട. നീ സ്പോയിലർ ആക്കണ്ട. എന്നാ ക്ലൈമാക്സ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാ എന്നോട് പറഞ്ഞേ. പക്ഷേ ഈ ത്രില്ലർ ആവുമ്പോഴേ നമ്മള് ലോജിക്ക് വെച്ച് നോക്കൂല്ലോ. നീ കൂടുതൽ ലോജിക്ക് നോക്കിക്കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം ലോജിക്ക്. അതാ, നീ ലോജിക്ക് നോക്കിക്കഴിഞ്ഞാ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് കേട്ടോ. അല്ല, ത്രില്ലർ ആവുമ്പോ മാത്രം. ത്രില്ലർ ഫിലിംസ് ആവുമ്പോ. പിന്നെ ARM ഇഷ്ടപ്പെട്ടില്ല? ഏതാ? ARM ഇഷ്ടപ്പെട്ടില്ലേ? അത് ഇഷ്ടപ്പെട്ടു. സൂപ്പർ അല്ലേ? കണ്ടില്ലേ? ഞാൻ എനിക്ക് രണ്ടും കാണാനുള്ള സമയം കിട്ടിയില്ല. ഞാൻ ആക്ച്വലി ഞായറാഴ്ച പോണെന്ന് വിചാരിച്ചതാണ്, പക്ഷെ എനിക്ക് എന്നിട്ട് സമയം കിട്ടിയില്ല പോവാൻ. കണ്ടിട്ടില്ല? ഞാൻ വിചാരിച്ചു കണ്ടു. കണ്ടില്ല, അതുകൊണ്ടല്ലേ ചോദിച്ചത്. ഇതുവരെ കണ്ടില്ല. അപ്പൊ എന്തായാലും പോയി കണ്ടിട്ട് പറ. അതെ. ഇമോഷണൽ ആയിരുന്നല്ലോ, ഹാപ്പിയും സാഡും എന്നൊക്കെ പറഞ്ഞു. അതേടാ, ഒക്ടോബർ മാസത്തിന്റെ കാര്യം പറഞ്ഞതാണ്. ഒക്ടോബറില് എന്റെ വൈഫിന്റെ ബർത്ത്ഡേ ഒക്ടോബറിലാണ്. എന്നാണ്? 25. അടിപൊളി. എന്റെ ഒക്ടോബർ 15 പക്ഷെ 20 അവനറിയാം. 15 എന്റെ ബർത്ത്ഡേയും, പക്ഷെ 20 എന്റെ പപ്പ മരിച്ച ദിവസം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മിക്സ് ഇമോഷൻ ഉള്ള ഒരു മന്ത് ആണ് എനിക്ക് എന്റെ ഒക്ടോബർ എന്ന് പറയുന്നത്. അതെ, പിന്നെ നൈസല്ലേ. പിന്നെ എന്തൊക്കെയാ വിശേഷം? വീട്ടിൽ വിളിച്ചിട്ട് മോനൊക്കെ എന്ത് പറഞ്ഞു? അവൻ സുഖം, അങ്ങനെ പോകുന്നു. അന്നെന്തോ എക്സിബിഷൻ എന്തൊക്കെ ഉണ്ടായിരുന്നു. ആണോ? എങ്ങനെയുണ്ട് പുതിയ ജോബും കാര്യങ്ങളൊക്കെ? ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. നന്നായിരിക്കട്ടെ. എന്തായാലും നമ്മൾ ജോലിക്ക് കയറുമ്പോ നമുക്ക് അതിൻ്റെതായതുണ്ടല്ലോ. ഞാനും ഇപ്പം 6 months ഇനി നവംബറിലാകും ഈ ഒരു ജോലിക്ക് കയറി. അടിപൊളി. സമയം ഫെബ്രുവരി ആവും. ഞാനതല്ലേ പറഞ്ഞത്, എപ്പോഴും തിരക്കാണെന്ന് പറയുന്നത്. നമ്മൾ പുതിയൊരു ജോബിൽ കയറുമ്പോ അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുമല്ലോ. അതെ. പിന്നെ ഇന്ന് ഏതാ അതാണ് ഇടയ്ക്ക് കണ്ടില്ല. ഇന്നിപ്പോ ശൈലാമ വിളിച്ചപ്പോ എന്നോട് ലാസ്റ്റ് വീക്ക് പെനിയെ കണ്ടില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞു, ഇടയ്ക്കൊക്കെ വരാൻ പറ്റില്ല, പക്ഷെ പറ്റുന്ന സമയത്തൊക്കെ ഓടി വരും.
അതെ. അതല്ലേ ഒരു സന്തോഷം. ഉം. ഇന്ന് ഏത് കവിതയാ പാടിത്തരുന്നേ? ഇന്നോ? ആ, ഇന്ന് ഇന്നോന്ന് ചോദിക്കാൻ ഇന്ന് തന്നെ 2 വരി അങ്ങോട്ട് പാടിക്കോ, ചൊല്ലിക്കോ, എങ്ങനെയാന്ന് വെച്ചാ. ഇന്ന് കന്നഡ. ആ, തുടങ്ങിക്കോ. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം, രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം, രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം, കത്തികൾ വെള്ളരി വെട്ടും നാദം, ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം, പന്നി വെടിപ്പുക പൊന്തും തെരുവിൽ പാതിക്കാൽ വിറകൊള്ളുവതു കാണാം, ഒഴിഞ്ഞ കൂരയിൽ ഒഴിഞ്ഞിരിക്കും കുരുന്നു വീതി കണ്ണുകൾ കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. ഒരു കണ്ണട വെച്ചോ? സൂപ്പർ. എടാ എനിക്ക് തിമിരം ഇല്ലടാ, സത്യമായിട്ടും ഇല്ല. അടിപൊളി. എനിക്ക് ഞാൻ പറയട്ടെ, നമുക്ക് പ്രത്യേകമായിട്ട് ചിലവർക്ക് കിട്ടുന്ന ഒരു കഴിവാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ എപ്പോ വിളിക്കുമ്പോഴും ഞാൻ ഇത് ചോദിക്കുന്നത്, പാടിത്തരാൻ. കാരണം എനിക്ക് ഇങ്ങനെ പബ്ലിക്കായി പാടുമ്പോ എനിക്ക് ശ്വാസം മുട്ടും. നീ അങ്ങനെ വീർപ്പ് മുട്ടി പാടണ്ട. പക്ഷെ അടിപൊളിയായിട്ടോ, സോ നൈസ്. എന്തായാലും ഇത് ഇനി മുന്നോട്ട് ഇനി വേറെയൊക്കെ പഠിച്ചു വെച്ചിട്ട് എനിക്ക് പാടി തരണം കേട്ടോ. ശരി ശരി. അപ്പൊ എന്തായാലും ഗെയിമിലോട്ട് പോയാലോ? ഓക്കെ, സ്റ്റാർട്ട്. ശരി, സ്റ്റാർട്ട്. ആ, ആയി. അപ്പൊ ഇത് വന്നിരിക്കുന്നത് ഓഡിയോ ആണ് കേട്ടോ. കേക്കണേ, നല്ലൊരു ശ്രദ്ധിച്ചു കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോണേ. ചെയ്യുന്ന 5 പെണ്ണുങ്ങളാണ്. ഒരു അമ്മയായിട്ട് വരുന്നു, പിന്നെ ഒരു കാമുകിയായിട്ട് വരുന്നു, പിന്നെ ഒരു പെണ്ണ് ചേച്ചിയായിട്ട് വരുന്നു, പിന്നെ ഒരു പെണ്ണ് ഒരു ഫ്രണ്ടായിട്ട് കയറി വരുന്നു. 5 പെണ്ണുങ്ങളാണ്. ഒരു അമ്മയായിട്ട് വരുന്നു, പിന്നെ ഒരു കാമുകിയായിട്ട് വരുന്നു, പിന്നെ ഒരു പെണ്ണ് ചേച്ചിയായിട്ട് വരുന്നു, പിന്നെ ഒരു പെണ്ണ് ഒരു ഫ്രണ്ടായിട്ട് കയറി വരുന്നു. ഈ ശബ്ദം തിരിച്ചറിയുക കേട്ടോ. റോഷ്നി, വിനയ, ശ്രുതി. ആരാ? എടാ നടിമാരാണ്, നടിമാര്. എടാ ശ്രുതിയൊക്കെ അറിയില്ലേ? ശ്രുതി, വിനയ, റോഷ്നി. ഓക്കെ, റോഷ്നി നമുക്ക് ലോക്ക് ചെയ്യാം. റോഷ്നി അല്ല, കടിപ്പിച്ച് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു നീ റോഷ്നി ആണോന്ന്. വിനയാണ്, വിനയ. നിന്നോട് ആരോർക്ക് ഓഡിയോ എടുക്കാൻ, എന്നോട് ചോദിക്കുന്നത് ഇതൊക്കെ ആരെന്ന്. ഞാൻ പറഞ്ഞേ. ഓക്കെ, എന്തായാലും കൊള്ളാം. ആദ്യം തന്നെ നമ്മളിന്ന് പൊട്ടിയിരിക്കുകയാണ്. സാരമില്ല കേട്ടോ. ഓക്കേടാ, അപ്പൊ ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, ബൈ ബൈ. ഓക്കെ, അപ്പൊ നമ്മുടെ എൽവിനായിരുന്നു വിളിച്ചിരുന്നത്. ഷല്ലാമ്മ എൽവിനെ വിളിച്ചു. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നിപ്പോ ഞാൻ സമയം ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. രാവിലെ ഞാൻ ഓഫീസിൽ ചെന്നപ്പോഴിന്ന് ഭയങ്കര തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് ഓരോന്നിങ്ങനെ ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ടൈം പോകുന്ന അറിയത്തേ ഇല്ല. അപ്പൊ ഇന്ന് ആക്ച്വലി എനിക്ക് ഭയങ്കര ഒരു ബിസി ഡേയുടെ അതിന്റെ ഇടയ്ക്ക് എനിക്ക് നിങ്ങളോട് വന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റിയതിൽ ഭയങ്കര സന്തോഷം. എനിക്കറിയാം നമ്മളിപ്പോൾ ഗസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിച്ചാണ് ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ട് വരത്തില്ല എന്ന്. പക്ഷെ ഞങ്ങൾ വന്നിട്ട് നിങ്ങളോട് കുറച്ചു നേരം സംസാരിച്ച് ഇന്ന് എനിക്ക് തോന്നുന്നത് ദുബായി തന്നെ കുറച്ച് സ്ഥലങ്ങളിൽ കിസൈസ് ഒക്കെ മഴ പെയ്തു എന്ന് തോന്നുന്നു എനിക്ക്. കാരണം ഞങ്ങളുടെ ഇവിടെ മഴ പെയ്തില്ല കേട്ടോ. ഞാൻ ഡിസൈൻ ഡിസ്ട്രിക്റ്റിന്റെ ഭാഗത്താണ്. പക്ഷെ അവിടെ എനിക്ക് മഴയൊന്നും കിട്ടില്ല. പക്ഷെ നല്ല മൂഡിലായിരുന്നു, പക്ഷെ മഴ കിട്ടിയില്ല. അപ്പം മഴ കിട്ടിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അവിടെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചൊന്ന് പറയണം കേട്ടോ. എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബീസിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒഴിവുള്ള സമയത്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ,
പിന്നെ ഈ ഒരു മാസം, നമ്മുടെ സെപ്റ്റംബർ മാസം, നമ്മൾ ഒരുപാട് നമുക്ക് ഇഷ്ടംപോലെ ആഘോഷിക്കാനുള്ള ദിവസങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാം തുറന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഔട്ട്ഫിറ്റ് 1, ഔട്ട്ഫിറ്റ് 2, ഔട്ട്ഫിറ്റ് 3, ഇങ്ങനെ ഔട്ട്ഫിറ്റുകളുടെ ഒരു മേളം തന്നെയാണ്. കാരണം ആദ്യത്തെ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഇന്ന ഡ്രസ്സ്, രണ്ടാമത് അപ്പം അതിനകത്ത് മാച്ച് ചെയ്യുന്ന ലൈക്ക് ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിനുള്ള പേഷ്യൻസ് ലെവൽ ഇവരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. കാരണം നമ്മളത് ടേക്ക് ചെയ്തു, അത് എടുക്കുന്നത് അതൊക്കെ ഒരു പ്രത്യേക കഴിവാണ് ആക്ച്വലി. അതാ ഞാൻ ചോദിച്ചത് നിങ്ങളുടെയൊക്കെ ഹോബീസ് എന്താണ്, അല്ലെങ്കിൽ ഹോബീസിൽ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, വീക്കെൻഡ് നിങ്ങൾക്ക് ചെയ്യാൻ എന്തൊക്കെയാണ് ഇഷ്ടം, ഫ്രണ്ട്സുമായിട്ടുള്ള മീറ്റപ്പ്. ഞങ്ങൾക്ക് ലാസ്റ്റ് വീക്ക് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മൾ എല്ലാവരും കൂടെ മീറ്റ് ചെയ്ത് കുറേ ഗെയിംസ് ഒക്കെ കളിച്ചു. എനിക്ക് ഗെയിംസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പം നമ്മൾ റീൽസ് എടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഗെയിംസും കൂടെ കളിച്ചു. അപ്പോൾ ഒരു ഫൺ ഒരു വീക്കെൻഡ് തന്നെയായിരുന്നു എനിക്ക് ലാസ്റ്റ് വീക്ക്. പിന്നെ സന്തോഷങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മൾ നിങ്ങളുമായിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് ആ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും വിളിക്കേണ്ട നമ്പർ 04238249 എന്ന നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. പുതിയ സിനിമ ഏതൊക്കെയാണ് വരുന്നത്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകൾ. എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മളുണ്ടല്ലോ ചിലപ്പം നമ്മൾ ഈ പാട്ട് കേട്ട് ചില ഒരേ റേഞ്ചിലുള്ള പാട്ട് പോകുമ്പോൾ എൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്ന പാട്ടിൽ. അപ്പോൾ ഞാൻ മിക്സ് ഓഫ് പാട്ടുകൾ കേൾക്കും. എനിക്കാണെങ്കിൽ ടോട്ടലി ഡിഫറെൻ്റ് ഒരു വേർഷനാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങളിങ്ങനെ പാട്ടിൻ്റെ കാര്യം ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങളിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടിങ്ങനെ നമ്മൾ കേട്ട് മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഇഷ്ടമാണല്ലോ മൂവീസ് കാണാനും സീരീസ് കാണാനും. അപ്പോൾ ഞാനിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീരീസാണ് റെസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ആ റെസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡോക്ടേഴ്സ് ആക്ച്വലി ആ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന കുറേ കാര്യങ്ങളും ഡോക്ടേഴ്സിൻ്റെ ഇമോഷൻസ്, അല്ലെങ്കിൽ അവിടെ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ 3-ാം വർഷം സർജറിയൊക്കെ, നമ്മൾ ഈ സർജറിയൊക്കെ ചെയ്യുമ്പം ആ പേഷ്യൻസിൻ്റെ ഇമോഷൻസും അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ ഇമോഷൻസും അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ സീരീസാണ് റെസിഡൻറ്റ് എന്ന് പറയുന്നത്. ഞാനപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇഷ്ടമുള്ള കാര്യമാകുമ്പോൾ നമ്മൾ എത്ര ടയർഡായിട്ട് വീട്ടിൽ വന്നാലും ഒരു എപ്പിസോഡെങ്കിലും കാണാതെ കിടക്കാൻ ഭയങ്കര ഒരു ഡിഫിക്കൽട്ടാണ് നമുക്ക് ആക്ച്വലി. അപ്പോൾ ഞാനിപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എമിലി ഇൻ പാരീസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീരീസാണ്. അതിപ്പം പുതിയ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. വന്നതെല്ലാം കണ്ടു തീർത്തു. ഇങ്ങനെ തുടങ്ങി നമ്മളിങ്ങനെ സീരീസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇനി നെക്സ്റ്റ് ഇനി ഒരു സീസൺ കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി എമിലി ഇൻ പാരീസിൻ്റെ ഞാനിപ്പം ലാസ്റ്റ് ഒരു എപ്പിസോഡ് കണ്ടു വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡ് വരുന്നവരെ എനിക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എന്നെ വിളിക്കാൻ മറന്നുപോയി എല്ലാവരും. വിളിച്ചുകൊണ്ടിരിക്കുക. വിളിക്കേണ്ട നമ്പർ 0423824991. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കളിക്കളം ഷോ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും വിളിക്കണം. ആരും ഉറങ്ങിക്കളയരുത്. നമ്മുടെ സനീഷ് ഏട്ടൻ ഒരു വെറൈറ്റി ഓഫ് ഒരു കോണ്ടന്റ് ആണ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ആ ഒരു ഷോയിൽ. കളിക്കളം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം സനീഷായിട്ട് എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ആയിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ പുതിയ സീസൺ ആയതുകൊണ്ട് ആള് പുതിയ ക്യാരക്ടേഴ്സ് ആയിട്ടാണ് കളിക്കളത്തിൽ വരുന്നത്. അപ്പോൾ ലാസ്റ്റ് വീക്ക് ഒരു ജോൾസിനായിട്ട് വന്ന് തകർത്താടിയിട്ടാണ് പോയത്. ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആള് പിന്നെ ചാക്യാർക്കുറിച്ച് ചെയ്യുന്ന ഒരാളും കൂടി ആയതുകൊണ്ട് ഭയങ്കര വേ ഓഫ് ആക്ഷേപഹാസ്യങ്ങളായാലും അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര രസമാണ് കേൾക്കാനായിട്ട് ആക്ച്വലി. ഓക്കെ, എന്തായാലും നമുക്കൊരു കോളിലേക്ക് പോവാം. ഹലോ ഓക്കെ, നമ്മുടെ കോള് കട്ട്. ഹലോ ആരാണ്? ഫസൽ. നല്ല പേരാണല്ലോ റസൽ. ആണോ? താങ്ക് യു. നൈസ് നെയിം. ഞാൻ അങ്ങനെ റസൽ എന്നൊരു പേര് ഞാൻ അധികം കേട്ടിട്ടില്ല. അതെ, എവിടുന്നാ വിളിക്കുന്നത് റസൽ? ഞാൻ അബുദാബി. ഓക്കെ. ഇന്ന് മഴ പെയ്തോ അവിടെ? ഇല്ല, ഇവിടെ പെയ്തിട്ടില്ല. ഇവിടെയും ചില സ്ഥലങ്ങളിൽ പെയ്തു എന്ന് പറയുന്നു. പക്ഷെ ഞാനുള്ള സ്ഥലത്തൊന്നും പെയ്തിട്ടില്ല. ദുബായ് സൈഡിൽ പെയ്തെന്ന് പറഞ്ഞു. ഓക്കെ. റസൽ എന്താ ചെയ്യണേ? ഞാൻ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലാണ്. ഓക്കെ. ഫാമിലി ആയിട്ടാണോ ഇവിടെ? ഫാമിലി ആയിട്ട്. ആരൊക്കെയുണ്ട് വീട്ടില്? ഞാനും വൈഫ്. അപ്പൊ റീസെന്റ് മാരീഡ് ആണോ? റീസെന്റ് മാരീഡ് ആണ്. അടിപൊളി. അപ്പൊ എന്താണ് രണ്ടുപേരുടെയും കൂടെ പരിപാടി? എല്ലാ വീക്കെൻഡും പുറത്തു പോക്കാണോ? സ്റ്റാർട്ടായതേ ഉള്ളൂ. ഇങ്ങനെ സെറ്റപ്പ് ആക്കിട്ട് വരുന്നല്ലോ. നന്നായിരിക്കട്ടെ. എന്തായാലും തുടക്കം ഏറ്റവും നന്നായിട്ട് പോട്ടെ. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇവിടെ? അതോ ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. കൊണ്ടുവന്നതേ ഉള്ളു അല്ലേ?
വന്നേ ഉള്ളൂ, 2 weeks ആയിട്ടുള്ളൂ. ആ നൈസ്. എന്തായാലും ആദ്യം തന്നെ കൊണ്ടുവന്നല്ലോ, ബിക്കോസ് നമ്മൾ കല്യാണം കഴിഞ്ഞാൽ ഒരാൾ അവിടെ ഒരാൾ ഇവിടെ നിൽക്കുന്നതിൽ ഒരു ഇതില്ല. അപ്പൊ അതെ അതെ, അപ്പൊ റസൽ എന്തായാലും നല്ലൊരു കാര്യം ചെയ്ത് വൈഫിനെയും കൊണ്ടുവന്ന്. വൈഫിന്റെ പേരെന്താ? ഷജിനി. നൈസ്. എന്തായാലും അടിപൊളി. രണ്ടുപേരും കൂടെ ദുബായിലോട്ടൊക്കെ വരുമ്പോ നമ്മുടെ UAE വാ കേട്ടോ. ന്യൂലി മാരിഡ് കപ്പിൾസിനെ ഞങ്ങളൊന്ന് കാണട്ടെ. നാട്ടിലെവിടെയാ നിങ്ങൾ രണ്ടുപേരും? കണ്ണൂരാണ്. രണ്ടുപേരും കണ്ണൂരാ? കണ്ണൂർ ഇപ്പൊ ആക്ച്വലി ഉണ്ടല്ലോ, എനിക്ക് പോകണമെന്ന് ഏറ്റവും ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് കണ്ണൂർ. പണ്ടൊക്കെ കണ്ണൂർ എന്ന് പറയുമ്പോ എനിക്ക് പേടിയായിരുന്നു, കാരണം നമ്മൾ കേൾക്കുന്ന എന്താ, ബോംബ് പൊട്ടുന്നു. പക്ഷെ എനിക്കിപ്പോ കുറേ ഫ്രണ്ട്സ് ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തും പറഞ്ഞ് അടി കൂടുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ആ ഫ്രണ്ട്സ് ഒക്കെ കണ്ണൂരാണ്. ഇവര് കണ്ണൂർ എന്ന് പറയുമ്പോൾ ഇവര് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്കിപ്പോ പറഞ്ഞ് കേട്ട് കേട്ട് എനിക്കിപ്പോ കണ്ണൂരാണ് ഏറ്റവും വരാൻ ഇഷ്ടമുള്ള സ്ഥലം. അടിപൊളി സ്ഥലമാണ്. എന്തായാലും മലകളായാലും ബീച്ചായാലും എല്ലാം കൊണ്ടും. നിങ്ങളുടെ പിന്നെ തെയ്യം, അവിടെ തെയ്യം ഭയങ്കര. ശരിയാണ് ശരിയാണ്, എല്ലാം കൊണ്ടും സെറ്റാണ്. എന്തായാലും ഒരു പ്രാവശ്യം ഞാൻ അവിടെ വരുന്നതായിരിക്കും. കണ്ണൂർ വന്ന് എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഞാൻ കണ്ണൂർ വന്ന് വിസിറ്റ് ചെയ്യും. ഹലോ, അയ്യോ കോള് കട്ടായി പോയി. റസലും എനിക്കൊന്ന് ഷജീൻ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും റസൽ ഒരുപാട് സന്തോഷം വിളിച്ചതില്. രണ്ടുപേരും ഇപ്പൊ ന്യൂലി മാരീഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ്. കോള് കട്ടായി പോയി, നിങ്ങൾ വീണ്ടും വിളിക്കണം. ഞങ്ങൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആണ്. നാളെ ഞാനല്ല, വേറെ ആരെങ്കിലും വരും നിങ്ങളുടെ കൂടെ സംസാരിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് റസൽ കോള് കട്ടായി പോയോണ്ട് വിഷമിക്കരുത്, ഞങ്ങളെ വീണ്ടും വിളിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്കിന്ന് നിങ്ങളോട് വന്ന് മൺഡേ ആയിട്ട് നമ്മുടെ ഈ ഒരു സെപ്റ്റംബർ മന്ത് തീരുന്ന ദിവസമാണ്. ആ ദിവസം തന്നെ നിങ്ങളോടൊപ്പം വന്ന് സംസാരിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു, വിളിച്ചവർക്ക് എല്ലാവർക്കും താങ്ക് യു. അപ്പം നാളെ നമ്മുടെ ഷോ ഉണ്ടായിരിക്കും, നാളെയും മറ്റന്നാളും നിങ്ങൾ എല്ലാവരും കാണുക. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി തിര ടീമിന് എൻ്റെ എല്ലാവിധ ആശംസകളും. അൽവാസിൽ വില്ലേജ് കമ്മ്യൂണിറ്റിയുടെ ഒരു ഇവന്റ് ആണ് നടക്കാൻ പോകുന്നത് ഒക്ടോബർ 6 അജ്മാൻ കൾച്ചറൽ സെന്ററിൽ വെച്ചിട്ട്. അവർക്ക് എല്ലാവിധ ആശംസകളും. അപ്പൊ എന്തായാലും എനിക്കിന്ന് പോകാനുള്ള സമയമായി. അപ്പൊ അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് എ ബൈ ഫ്രം പെനീന. ഗുഡ് നൈറ്റ്.